കോഴിക്കോട് ജില്ലയിലെ കുതിരവട്ടം ഗണപതി AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാനേജ്മെന്റിന് സ്കൂൾ നടത്താൻ സാധിക്കില്ലെങ്കിൽ സർക്കാർ സ്കൂൾ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ഭൂമാഫിയകളുടെ താൽപര്യങ്ങളാണ് സ്കൂൾ അടച്ചുപൂട്ടുന്നതിന് കാരണമെന്നാണ് ആരോപണം. യുനെസ്കോയുടെ സാഹിത്യ നഗരി പുരസ്കാരം ലഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് നഗരത്തിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്കൂൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്നത്. വിദ്യാർത്ഥികളില്ലാത്തതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്നായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ തുടക്കം മുതലേയുള്ള നിലപാട്. എന്നാൽ ഇത്തവണ ആകെ ഉണ്ടായിരുന്ന 5 കുട്ടികൾ കൂടി TC വാങ്ങിപ്പോയതോടെ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് അധ്യാപക സംഘടനകളുടെ ആരോപണം. ഫിൻലാൻഡ് മോഡൽ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ തന്നെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലല്ല ഞങ്ങളുടെ നയമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, ഇവരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ഗണപത് UP സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ഒരു ഭൂമാഫിയയ്ക്ക് വേണ്ടി വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നീക്കമാണ്. ഇതിനെ ദേശീയ അധ്യാപക പരിഷത്ത് നേരിടുന്നതാണ്. കേരളത്തിലെ ഒറ്റ വിദ്യാലയവും അടച്ചുപൂട്ടാത്ത സാഹചര്യത്തിൽ ഈ വിദ്യാലയത്തിന് ആദായകരം അനാദായകരം എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ഈ വിദ്യാലയത്തെ പൂട്ടാൻ ഒരു കാരണവശാലും NTU അംഗീകരിക്കും. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. പൊതുജനങ്ങളെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും അങ്ങനെ എല്ലാവരെയും എല്ലാ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതത് സ്കൂളുകൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്ന സ്കൂൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഡിപ്ലോയ് ചെയ്ത അധ്യാപകരും അവിടെ മുമ്പുണ്ടായിരുന്ന PTA അതുപോലെ അവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ ചേർന്നുകൊണ്ട് ഈ വിദ്യാലയത്തെ വീണ്ടും പുനരുജ്ജീവിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് അതിനനുസരിച്ചുള്ള ഡിപ്ലോയ് ചെയ്ത ആൾക്കാരെ വീണ്ടും അങ്ങോട്ട് തന്നെ എത്തിക്കുക, മാസ്റ്റർ പോസ്റ്റ് ഒക്കെ ചെയ്യും. എന്നാൽ നിലവിൽ സ്കൂളിൽ അവശേഷിക്കുന്ന അധ്യാപകരെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നഗരഹൃദയത്തിലുള്ള സ്കൂളായതുകൊണ്ട് തന്നെ അടച്ചുപൂട്ടിയാൽ ഭൂമി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ചില സ്ഥാപിത താൽപര്യക്കാരാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. മാനേജ്മെന്റിന് സാധിക്കുന്നില്ലെങ്കിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് BJPയുടെ ആവശ്യം. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും. ഈ വിദ്യാലയത്തിൽ കുട്ടികൾ കുറയുന്നു എന്നുള്ളത് ഒരു നിമിത്തമാക്കി മാറ്റി സ്വാഭാവികമായൊരു മരണത്തിലേക്ക് ഈ സ്കൂളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടണം. സംസ്ഥാന ഗവൺമെൻറ് ഈ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകണം. 138 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയപ്പോഴും സ്കൂളിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികളൊന്നും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കൈക്കൊണ്ടില്ലെന്നും ആക്ഷേപമുണ്ട്. സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് NTU അടക്കമുള്ള അധ്യാപക സംഘടനകൾ. ജനം, കോഴിക്കോട്.